ചേട്ടൻ പാടിയ പാട്ടുകളിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഏതൊക്കെയായിരിക്കും? ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് മന്ദാര പൂമുളി എന്നുള്ള പാട്ട്. 97 രാജസാറിന് വേണ്ടി പാടിയ ഭാരതി എന്നുള്ള ചിത്രത്തിന് വേണ്ടി പാടിയതിന് ശേഷം പിന്നെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണോ രാജസാറിന് വേണ്ടി ചേട്ടൻ പാടുന്നത്? അതിനുശേഷം പിതാമഹനിൽ പാടി നാൻ കടവുൾ അതിലെ പാട്ട് പിച്ചൈ പാത്രം ഏന്തി വന്തേൻ എന്നുള്ള പാട്ടുണ്ട്. അത് തമിഴരുടെ ഇടയിലെ ഒരു വലിയൊരു എനിക്കൊരു പ്രശസ്തി എൻ്റെ കുറച്ചും കൂടി കൂട്ടി. വളരെ തത്വങ്ങൾ നിറഞ്ഞ പാട്ടാണ് ഈ പിച്ചൈ പാത്രം ഏന്തി വന്തേൻ എന്നുള്ളത്. പിച്ചൈ പാത്തിരം ഏന്തി വந்தே അയ്യനേ അയ്യനേ യാമൊരു പിച്ചൈ പാത്തിരം ഏന്തി വந்தே അയ്യനേ അയ്യനേ പിണ്ടം എന്നും എലുമ്പൊടു സதை നരമ്പുതിരമും അടങ്ങിയ ഉടമ്പ് എനും പിച്ചൈ പാത്തിരം ഏന്തി വந்தே അയ്യനേ അയ്യനേ. ഇതിപ്പോൾ ഭയങ്കര ഒരു സീരിയസ് ഫിലോസഫിക്കൽ നോട്ടിലുള്ള ഒരു പാട്ടാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ തൽക്കാലം അതെ മന്ദാരപ്പൂമുളി എന്നുള്ള പാട്ട് അത് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. എനിക്ക് വേണ്ടി ഡ്യുവറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടിയും ചേട്ടൻ മന്ദാരപ്പൂമുളി എന്നുള്ള പാട്ട് പാടിത്തരണം. മന്ദാരപ്പൂമൂളി കാതിൽ തൈമാസം വന്നല്ലോ സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ ആരാരും കാണാതെ ആമ്പൽ കിനാവും ഒന്നൊന്നും മിണ്ടാതെ ഈറന്നിലാവും ഒന്നാകും പോലെ ശ്രുതിയായി ലയമായി മന്ദാരപ്പൂമൂളി കാതിൽ തൈമാസം വന്നല്ലോ. കിലുങ്ങിയും കുണുങ്ങിയും അരുവി നീയോ കിണുങ്ങിയോ ചിണുങ്ങിയോ അരികെ ഇണങ്ങിയും പിണങ്ങിയും അലയായി നീയോ ചിലമ്പിയോ തുളുമ്പിയോ വെറുതെ മേൽ കൈ തലോടും നുര പോലെ ചിന്നിയോ ചേരും പുഴ പോലെ കൊഞ്ചിയോ നിറഞ്ഞും കവിഞ്ഞും മനസ്സേ താനേ പാടു നാളെയല്ലോ കാവിൽ കല്യാണം മന്ദാരപ്പൂമൂളി കാതിൽ തൈമാസം വന്നല്ലോ സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ. ആഹാ